വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അഷ്ടപഞ്ചാശത്തമോധ്യായ 58-ാമത്തെ അധ്യായം. കഴിഞ്ഞ ചില അധ്യായങ്ങളായിട്ട് ഭഗവാൻ രുക്മിണിയെ വിവാഹം ചെയ്തത് പറഞ്ഞു. അതിനുശേഷം ജാമ്പവതിയെ വിവാഹം ചെയ്തു. പിന്നീട് സത്യഭാമയെ വിവാഹം ചെയ്തു. അപ്പോൾ ഭഗവാന് 3 പത്നിമാരായി. ഇനി 5 മറ്റുള്ള പേരിട്ട് അഷ്ടമഹിഷിമാരിൽ ഇനി ബാക്കിയുള്ള 5 പത്നിമാരുടെ വിവാഹമാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ശ്രീശോവാച ഏകദാ പാണ്ഡവൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യുയുധാനാദിവിവൃത. ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, ഒരിക്കൽ ഏകദാ ശ്രീമാൻ പുരുഷോത്തമ ശ്രീമാനായിട്ടുള്ള പുരുഷോശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ പ്രതീതാൻ പാണ്ഡവാൻ ദ്രഷ്ടും മരിച്ചുപോയി എന്ന് കരുതപ്പെട്ട് വീണ്ടും കാണപ്പെട്ടവരായ പാണ്ഡവപുത്രന്മാരെ ദ്രഷ്ടും കാണുവാൻ വേണ്ടി യുയുധാനാദിഭി വൃത. യുയുധാൻ എന്ന് പറഞ്ഞാൽ സാത്യകി. അപ്പോൾ സാത്യകി മുതലായവരാൽ അനുഗതനായിട്ട് ഇന്ദ്രപ്രസ്ഥം ഗത, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ഈ അനമിത്രൻ്റെ പുത്രനാണ് ശിനി. ശിനിക്ക് സത്യകൻ്റെ പുത്രനാണ് സാത്യകി. അദ്ദേഹത്തിന് യുയുധാനൻ എന്ന് പേരുണ്ട്. ഇതൊക്കെ നോമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാത്യകി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചങ്ങാതിയാണ്, സൈന്യാധിപനുമാണ്. പാണ്ഡവന്മാരെ അരക്കില്ലത്ര ദഹിച്ചു പോയി എന്നായിരുന്നു ബഹുജന വിശ്വാസം. അത് എന്നിട്ടാണ് ലൗകിക ആ വിശ്വാസത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിന് അനുകൂലമായിട്ടാണ് ഭഗവാനും ബലരാമനും നേരത്തെ പറഞ്ഞില്ലേ, സത്യഭാമ വിവാഹത്തിന് ശേഷം ഹസ്തിനപുരിക്ക് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് തന്നെ ഭഗവാന് അറിയാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. പിന്നീട് അവർ എന്തു ചെയ്തു, ഇവിടെ പാഞ്ചാലി സ്വയംവരത്തിന് വെച്ച് ഭഗവാൻ അവിടെ അവരൊക്കെ കാണുണ്ടായിട്ടുണ്ട്. അവരുടെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ധൃതരാഷ്ട്രം അടുത്ത് ചെന്നിട്ട് ധൃതരാഷ്ട്ര അവർക്ക് അർദ്ധരാജ്യം കൊടുത്തു. അതാണ് ആ കാണ്ഡവപ്രസ്ഥ അർദ്ധം രാജ്യസ്യ സംപ്രാപ്യ കാണ്ഡവപ്രസ്ഥമാവിശ. ഒരു വെറും കാടും മേടുമായിട്ടുള്ള വെറും പറമ്പായിട്ടുള്ള സ്ഥലമാണ് കാണ്ഡവപ്രസ്ഥം എന്നാണ് അതിന് പേര്. അതാണ് അവർക്ക് അർദ്ധരാജ്യമായിട്ട് കൊടുത്തത്. അതിന് അവിടെ ഭഗവാനും ബലരാമനും എല്ലാവരും കൂടി സഹായിച്ചുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കിയത്. മഹാഭാരതത്തിൽ വളരെ വിസ്തൃതി പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തിനാണ് അതൊക്കെ ഇപ്പോഴൊന്ന് സൂചിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാളിന്തിയെ വിവാഹം കഴിക്കുന്ന കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ചുരുക്കി ഇങ്ങനെ പറയണത്. കാളിന്തി നദിയുടെ തീരത്താണ് ഈ ഇന്ദ്രപ്രസ്ഥം അല്ലെങ്കിൽ കാണ്ഡവപ്രസ്ഥം. ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദം അഖിലേശ്വരം ഉത്തസ്തു യുഗവൽവീര പ്രാണാ മുഖ്യമിവാഗതം. ആ ഭഗവാൻ ആ താപരും എല്ലാവരോടും കൂടിയിട്ട് അവിടെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് എത്തിയെന്ന് കണ്ടിട്ട് ആ പാർത്ഥന്മാരെല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ചെയ്തു. എഴുന്നേറ്റിട്ട് ഭഗവാന് ചെന്ന് സ്വീകരിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെ യുഗവൽ ഉത്തസ്തുർ യുഗവൽ വീര പ്രാണാ മുഖ്യവിവാഗതം. എന്താണ് ഈ പ്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപ്രാണങ്ങൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെയുള്ള പഞ്ചപ്രാണങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ പാണ്ഡവന്മാരാണെന്ന് കരുതുകയാണ് കഴിഞ്ഞാൽ. അപ്പം പിന്നെ മുഖ്യപ്രാണൻ ആരാണ്? ജീവന്മാരുടെ എല്ലാം ആകത്തുകയുള്ള പ്രാണൻ, അതാണ് മുഖ്യ പ്രാണൻ. അതാരാണ്? ശ്രീകൃഷ്ണൻ. അപ്പോൾ ഈ പഞ്ചപ്രാണങ്ങൾ എങ്ങനെയാണ് ആ മുഖ്യപ്രാണനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ പെട്ടെന്ന് വന്നു എന്നാണ് അവിടെ ഉപമ.
പരിഷ്വജ്യാച്യുതം വീര അംഗസംഗഹവൈനസ സാനുരാഗസ്മിതം വക്രം വീക്ഷ്യ തസ്യ മുദം യയൗ. വേഗം അവരെല്ലാവരും കൂടി ചെന്നിട്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ആ ഭഗവാന്റെ ശരീരസ്പർശം കൊണ്ട് അവരുടെ എല്ലാ പാപങ്ങളും പോയി എന്ന് പറയുകയാണ്. അംഗസംഗഹവൈനസ, അവരുടെ എല്ലാ പാപങ്ങളും നിന്ന് അവർ മുക്തന്മാരായി കേട്ടോ. ആ ഭഗവാനെ തന്നെ അങ്ങനെ നോക്കി, മുഖം തന്നെ നോക്കി അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരുന്നു. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാത യമാഭ്യാം ചാഭിവന്ദിത. യുധിഷ്ഠിരനും ഭീമനും ഭഗവാന്റെ മീതെയാണ്. അവർ രണ്ടുപേരുടെയും പാദങ്ങള് ഭഗവാൻ തൊട്ട് വണങ്ങി. അർജുനൻ തൻ്റെ സഖാവാണ് അർജുനെ കെട്ടിപ്പണർന്നു. പരിരഭ്യ, അതിന് യമാഭ്യാം ചാഭിവന്ദിത. അപ്പോഴേക്കും നകുല സഹദേവന്മാർ വന്ന് ഭഗവാന്റെ താഴെയാണ് അവർ രണ്ടുപേരും വന്ന് ഭഗവാന്റെ കാൽക്ക് നമസ്കരിച്ചിട്ട് ഭഗവാനെ വന്ദിക്കുകയും ചെയ്തു. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോടാവൃണിത കിഞ്ചിൽ ശനൈരിത്യാഭ്യവന്ദത. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞിട്ട് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അപ്പം അങ്ങനെയാണ് അനിന്ദിയായിട്ടുള്ള പാഞ്ചാലി ലജ്ജാഭരിതയായിട്ടും എല്ലാം വന്നിട്ട് അവർ ശ്രേഷ്ഠമായിട്ടുള്ള ആസനത്തിലിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ വന്ദിച്ചു. തഥൈവ സാത്യകി പാർത്ഥൈ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനേന്യേ ച പൂജിത പര്യുവാസത. ഭഗവാനെ പോലെ തന്നെ പാണ്ഡവരാൽ ആദരിക്കപ്പെട്ടവനായിട്ട് സാത്യകിയും അവരുടെ അഭിവാദ്യങ്ങളൊക്കെ സ്വീകരിച്ച വിശിഷ്ട ആസനത്തിലിരുന്നു. കൂടെ വന്നിട്ടുള്ള മറ്റുള്ളവരും അപ്രകാരം ഇരുന്നു. പൃഥം സമാഗത്യ കൃതാഭിവാദന തയാദിഹാർദ്രാർദ്രദൃശാഭിരംഭിത ആപൃഷ്ടവാംസ്തം കുശലം സഹസ്നുഷം വിശ്വസാരം പരിപൃഷ്ടബാന്ധവാ. എങ്ങനെയാണ് ഈ സഹസ്നുഷാം വിദുഷ്വസാരം താം പൃഥാം സമാഗത്യ, തൻ്റെ പുത്രപത്നിയോട് കൂടിയിരിക്കുന്ന പിതൃ സഹോദരിയായിട്ടുള്ള ആ കുന്തിദേവിയെ വരുന്നതായിട്ട് കണ്ടിട്ട് അഭിവാദ്യം ചെയ്തിട്ട് തയാ ആർദ്ര ദൃശ, വളരെ സ്നേഹാധിക്യം കൊണ്ട് അങ്ങനെ കുന്തിദേവിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ട് അങ്ങനെയുള്ള കുന്തിദേവിയെ ചെന്നിട്ട് ഭഗവാൻ അഭിവാദ്യം ചെയ്തു എന്നിട്ടോ അവരാൽ അഭിരംഭിത, ഭഗവാൻ ഇതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കുന്തിദേവി. എന്നിട്ടോ പരിപൃഷ്ട ബാന്ധവ, ബന്ധുക്കളെ പറ്റിയിട്ടുള്ള കുശലങ്ങളൊക്കെ അന്വേഷിക്കപ്പെട്ടു. അങ്ങനെ ചെയ്യപ്പെട്ട ഭഗവാൻ കുശലം ആപൃഷ്ടവാൻ, തിരിച്ചും നിങ്ങൾക്ക് ഭവതിക്കും മകൾക്കൊക്കെ സുഖലേ എന്നുള്ള കുശലങ്ങളൊക്കെ തിരിച്ചും ചോദിച്ചു എന്ന് പറയുകയാണ്. തമാഹ പ്രേമവൈക്ലഭ്യ രുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തി താൻ ബഹുൻ ക്ലേശൻ ക്ലേശാവായാത്മദർശനം. അങ്ങനെ ഭഗവതിക്കും കുട്ടികൾക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിച്ച സമയത്ത് പ്രേമവൈക്ലഭ്യ രുദ്ധകണ്ഠ, സ്നേഹപാരവശ്യം കൊണ്ട് അങ്ങനെ തൊണ്ടയിടറിക്കൊണ്ട് അശ്രുലോചന, കണ്ണീരൊഴുക്കിക്കൊണ്ട് താൻ ബഹൂൻ ക്ലേശാൻ, താൻ അനുഭവിച്ചിട്ടുള്ള അനേകം ക്ലേശങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് ക്ലേശാവയ ആത്മദർശനമല്ല, സ്വന്തക്കാരായിട്ടുള്ള എല്ലാവരുടെയും ക്ലേശ നിവൃത്തിക്ക് വേണ്ടി സ്വന്തം സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ ആ ഭഗവാനോട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. തദൈവ കുശലം നോഭൂൽ സനാഥാസ്തേ കൃതാവയം ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ജ്ഞാതാമേ പ്രേഷിതസ്ത്വയാ. ഹേ കൃഷ്ണ, പ്രിയപ്പെട്ടവനായിട്ടുള്ള കൃഷ്ണ, ജ്ഞാതീൻ ഞങ്ങളെ എൻ്റെ ബന്ധുക്കളായിട്ട് അവരെല്ലാവരും സ്മരത ഓർമ്മിക്കുന്നുണ്ടോ? ത്വയാ മേ ഭ്രാത യഥാ പ്രേഷിത, എങ്ങനെ അങ്ങ് അതായത് എന്നെ ഞങ്ങളെ ഓർമ്മിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങ് പണ്ട് എൻ്റെ സഹോദരനായിട്ടുള്ള അക്രൂരനെ അങ്ങ് ഇവിടെ ഹസ്തിനാപുരത്തിലേക്ക് അയച്ചത്. തഥാ ഏവ, അപ്പോൾ തന്നെ കുശലം ഞങ്ങൾക്ക് ക്ഷേമം വന്നു കഴിഞ്ഞു. അഭൂൽ വയം തേ ത്വയ, അങ്ങയാൽ സനാഥാകൃത, കാരണം ഞങ്ങൾക്ക് ഇതുവരെ ആരുമില്ല എന്നുള്ള ഭാവത്തിലായിരുന്നു, ഞങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും ആരുമില്ല എന്നായിരുന്നു. പക്ഷെ അന്ന് അങ്ങ് ആ അക്രൂരനെ അയച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി എന്താണ് ഞങ്ങളിനി ആരുമില്ല, അനാഥകളല്ല സനാഥകളായി തീർന്നു. കാരണം അത് ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് പറയുകയാണ് കുന്തിദേവി. നദേസ്തി സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃതാത്മന
തഥാപി സ്മരതം ശശ്വൽ ഹംസി ഹൃദി സ്ഥിത വിശ്വസ്യ സുഹൃത ആത്മാന തേ ലോകത്തിൻ്റെ എല്ലാം ബന്ധുവും ആത്മാവുമായിട്ടുള്ള അങ്ങക്ക് സ്വപരഭ്രാന്തി സ്വജനങ്ങളെന്നോ അന്യജനങ്ങളെന്നോ അല്ലെങ്കിൽ ശത്രുക്കളെന്നുള്ള വ്യാമോഹം അസ്തി ഇല്ല തന്നെ. തഥാപി എന്നാലും സ്മരതാം ഹൃദി അങ്ങേ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ ശശ്വൽ സ്ഥിതി എപ്പോഴും അങ്ങ് കുടികൊണ്ടുകൊണ്ട് ക്ലേശാൻ ഹംസി അവരുടെ ക്ലേശങ്ങളെയെല്ലാം അങ്ങ് നശിപ്പിക്കുന്നു. യുധിഷ്ഠിരൗവാച കിം ന ആചരിതം ശ്രേയോ നവേദാഹമധീശ്വര യോഗേശ്വരാണം ദുർദർശോ എന്നോ ദൃഷ്ട കുമേധസം. അപ്പോഴേക്കും ഭക്തിയോട് കൂടിയിട്ട് യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞു, ഹേ അതീശ്വര, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായവനെ, യോഗേശ്വരാണാം ദുർദർശ, അതായത് യോഗങ്ങളുടെ ഈശ്വരന്മാരായർക്ക് പോലും ദർശിക്കുവാൻ പ്രയാസമുള്ളവനായിട്ടുള്ള അങ്ങ്, കുമേധസം ഈ ദുഷിച്ച ബുദ്ധിയുള്ളവരായിട്ടുള്ള ന ദൃഷ്ട ഞങ്ങൾക്ക് ദൃഷ്ടിഗോചരനായി തീർന്നു എന്നത് കിം ശ്രേയ എന്ത് പുണ്യമാണ് ന ആചരിതം അഹം ന വേദ അതിന് തക്കവണ്ണം എന്ത് പുണ്യമാണ് ഞങ്ങളാൽ ചെയ്യപ്പെട്ടത് എന്നുള്ളത് എനിക്കറിയില്ല ഭഗവാനെ. എന്തായാലും അങ്ങേ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞുവല്ലോ. ഇതി വൈ വാർഷികന്മാസൻ രാജ്ഞാസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസം വിഭൂ. ഈ രാജ്ഞ ഇതി വൈ അഭ്യർത്ഥിത, ഇപ്രകാരം രാജാവായിട്ടുള്ള ധർമ്മപുത്രരാൽ അഭ്യർത്ഥിക്കപ്പെട്ട സ വിഭു ആ മഹാനുഭാവനായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രപ്രസ്ഥൗകസം നയനാനന്ദം ജനയൻ, ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രജകൾക്ക് എല്ലാവർക്കും കണ്ണിന് ആനന്ദം നൽകിക്കൊണ്ട് വാർഷികാൻ മാസാൻ സുഖം ഇങ്ങനെ അവിടെ വാണു എന്ന് എങ്ങനെയാണ് ആ വാർഷികാൻ മാസം, അതായത് ആ വർഷകാലത്തുള്ള 4 മാസം കാലം അവിടെ സുഖമായിട്ട് അങ്ങനെ വസിച്ചു. ഏകദാരഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാധായ തൂണൗ ചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശൽ പരവീരഹ. അങ്ങനെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാൻ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഏകദാ പരവീരഹ വീരന്മാരായിട്ടുള്ള ശത്രുക്കളെ തുരത്തുന്ന വിജയ അർജുനൻ ഗാണ്ഡീവം ധനു, ഗാണ്ഡീവം എന്ന് പേരുള്ള തൻ്റെ ആ അമ്പില്ലും അക്ഷയസായകവും എടുത്താ തീരത്ത് ഒരിക്കലും അമ്പൊഴിയാത്ത ആവനാഴി എടുത്തുകൊണ്ട് 2 ആവനാഴി, അതാണ് സായകൗ തൂണി, അതായത് 2 ആവനാഴികൾ എടുത്തുകൊണ്ട് അതായ സന്നദ്ധ കൃഷ്ണേന യുദ്ധന സന്നദ്ധനായിട്ട് ശ്രീകൃഷ്ണനോടുകൂടി വിഹർത്തും വാനരധ്വജം രഥം ഒന്നിങ്ങനെ വിഹരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൊടിയടയാളം എന്താണ്? ഹനുമാനാണ്. അതാണ് വാനരധ്വജം രഥം ആരുഹ്യ, തേരിൽ കയറിയിട്ട് ബഹുവ്യാളമൃഗാകെ അസംഖ്യം വ്യാളാദി ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞങ്ങനെ നിൽക്കുന്ന വിപിനം വനം ഘോരമായിട്ടുള്ള ആ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. ഈ ഗാണ്ഡീവം എന്നുള്ള വില്ലക്ക് അർജുനനെ ഈ കാണ്ഡവപ്രസ്ഥം അഗ്നിയെ കൊണ്ട് ദഹിപ്പിക്കും. കാണ്ഡവവനം അത് അഗ്നിക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കും. അർജുനനും ഭഗവാനും കൂടി കൂടിയിട്ട് അതിലുള്ള ജന്തുക്കളൊക്കെ പുറത്ത് ഓടുമ്പോൾ അവരെയൊക്കെ പുറത്തുനിന്ന് അമ്പയത്തിന് ഉള്ളിൽ തന്നെ ആക്കിയിട്ട് ആ ഇതിൽ ധാരാളം ഔഷധ വൃക്ഷങ്ങളുണ്ട്. അതും ഈ ജന്തുക്കളെ കഴിച്ചിട്ട് പണ്ട് ഈ അഗ്നിക്കൊരു അജീർണം ഉണ്ടായിരുന്നു അത്രേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാണ്ഡവനം ഭക്ഷ്യ അത് കഴിച്ചത്. അപ്പോൾ അതിലെങ്ങനെ വെച്ചാൽ തക്ഷകനുണ്ടായിരുന്നു. അപ്പോൾ തക്ഷകൻ എൻ്റെ ചങ്ങാതിയാണ് ഇന്ദ്രൻ. അപ്പോൾ കാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്ത് തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ മുകളിൽ നിന്ന് മഴ പെയ്തൊന്നും അർജുനൻ തൻ്റെ ശക്തി കൊണ്ട് അതിലെ ശരങ്ങളെ കൊണ്ട് മുകളിൽ ശരകൂടം കെട്ടി ആ മഴ താഴ്ത്ത് വീഴാണ്ട് ആ അഗ്നിക്ക് വേണ്ട രീതിയിൽ ആ വനം ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം അഗ്നി കൊടുത്തുള്ളതാണ് ഈ ഗാണ്ഡീവം എന്നുള്ള വില്ല്. അതുമാതിരി ഈ അമ്പൊഴിയാത്ത എന്താണ് ഒരിക്കലും മൊഴിയാത്ത 2 ആവനാഴികൾ, ഈ തേര്, ഇതൊക്കെ കൊടുത്തുള്ളതാണ്. തത്രാവിദ്യക്ഷരൈർവ്യാഘ്രാൻ സൂകരൻ മഹിഷൻ രുരുൻ ശരഭൻ ഗവയൻ ഖഡ്ഗൻ ഹരിണൻ ശശശല്ലകൻ. അങ്ങനെ ആ കാട്ടിൽ പോയി ആ നായാട്ടാണ് ഇറങ്ങിയിട്ട് വ്യാഘ്രാൻ
സൂകരൻ നരികള്, പന്നികള്, മഹിഷാൻ കാട്ടുപോത്തുകള്, രുരൂൻ എന്ന് പേരത്തിലുള്ള മാനുകള്, ശരഭാൻ ശരഭങ്ങള്, ഗവയാൻ കാട്ടുകാളകള്, ഖഡ്ഗാൻ കണ്ടാമൃഗങ്ങള്, ഹരിണാൻ മാനുകള്, ശശശല്ലകാൻ മുയലുകള്, മുള്ളംപന്നികൾ ഇങ്ങനെ മുതലായിട്ടുള്ള പല ജന്തുക്കളെ ശരൈ അവിദ്യൽ നിഗ്രഹിച്ചു, അസ്ത്രങ്ങളാൽ നിഗ്രഹിച്ചു. താൻ നിന്യു കിങ്കരാരജ്ഞേമിധ്യൻ പർവണ്യുവാകരേ തൃപ്പരീത പരിശ്രാന്തോ ലീബൽസു യമുനം അകൽ. പർവണി ഉപാഗതേ അമാവാസി സമാഗതമായ സമയത്ത് എന്ത് ചെയ്തു? കിങ്കര ഈ തൻ്റെ തങ്ങളുടെ ഭൃത്യന്മാർ വഴി മേദ്യങ്ങളായിട്ടുള്ള താൻ ആ മാംസങ്ങളൊക്കെ രാജ്ഞിയെ യുധിഷ്ഠിര രാജാവിന് നിന്നു അയച്ചു കൊടുത്തു. കാരണം ആ യാഗസമയത്ത് ഇതൊക്കെ കഴിക്കാൻ അമാവാസി സമയത്ത് ബലിയൊക്കെ നടത്തണം, അതിന് ഈ മൃഗങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. എന്നിട്ടോ അപ്പോഴേക്കും വളരെയധികം ദാഹിച്ചിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ബീബൽസു, അർജുനൻ്റെ ഒരു പര്യായമാണ് ബീബൽസു. അർജുനൻ യമുനാ നദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനം. രണ്ടുപേരും പോയി. മഹാരഥൗ കൃഷ്ണൗ, മഹാരഥന്മാരായല്ല കൃഷ്ണാർജുനന്മാർ. തത്ര ഉപസ്പൃശ്യ, അവിടെ ആ നദിയിലിറങ്ങിയിട്ട് കാലും മൂക്ക് കഴുകി ആചമനം ചെയ്ത് വിശദം വാരി പീത്വാ, നല്ല നിർമ്മലമായിട്ടുള്ള ആ യമുനാജലം അങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാരുദർശനാം ചരന്തീം കന്യാം ദദൃശതു, കാണാൻ അതിസുന്ദരിയും ആ നദീതീരത്തോടെ നടക്കുന്നവളുമായിട്ടുള്ള ഒരു കന്യകയെ കണ്ടു. ഇവിടെ കൃഷ്ണ എന്ന് പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ അർജുനനും കൃഷ്ണൻ എന്ന് പേരുണ്ട്. അതായത് വിരാടപർവ്വത്തിലെ കൃഷ്ണ ഇത്യേവ ദശമം നാമചക്രേ പിതാമമ. അർജുനന് നാമകരണ സമയത്തുള്ളൊരു പേരാണ് കൃഷ്ണൻ എന്നാണ്. അതാണ് അപ്പോൾ രണ്ട് കൃഷ്ണന്മാരെന്നുള്ള അർത്ഥത്തിലാണ് കൃഷ്ണശ്ച എന്നാണ് കൃഷ്ണവും ശ്രീകൃഷ്ണനും അർജുനനും ഇങ്ങനെ ഉണ്ടാവാൻ ആ പേര് വരാൻ കാരണം. താമാസാദ്യവരാരോഹം സുദ്വിജം രുചിരാനനം പപ്രച്ഛപ്രേഷിത സഖ്യാ ഫാൽഗുന പ്രമദോത്തമം. സഖ്യാ പ്രേഷിത. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന പോയി നോക്കിയിട്ട് വരൂ, ആ സുന്ദരിയുള്ള സ്ത്രീ ആരാണെന്ന് അന്വേഷിക്കുമെന്ന് പറയണ. ഫാൽഗുന വരാരോഹാം സുദ്വിജാം രുചിനാനാം താം പ്രമദോത്തമം. വളരെ ശ്രേഷ്ഠതല്ല ഉരുക്കളോട് കൂടിയവളും ശോഭനമായുള്ള ദന്തനിരകളോട് കൂടിയവളും മനോഹരമായുള്ള പുഞ്ചിരിയോട് കൂടിയവളും ആയ ആ താം പ്രമദോത്തമാം ആസാദ്യ സമീപിച്ചിട്ട്, അതിസുന്ദരിയായിട്ടുള്ള ആ ദേവിയെ സമീപിച്ചിട്ട് ഇപ്രകാരം പപ്രച്ഛ ചോദിച്ചു. കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിഞ്ചികീർഷസി മന്യേ ത്വം പതിമിച്ഛന്തിം സർവം കഥയ ശോഭനേ. ഹേ ശുശ്രോണി, ശോഭനേ എന്നൊക്കെയാണ് വിളിക്കുന്നത്, സുന്ദരിയായിട്ടുള്ളത്. ത്വം കാ ഭവതി, ആരാണ്? കസ്യ അസി, ആരുടെ പുത്രിയാണ്? കുത അസി, എവിടുത്തുകാരിയാണ്? കിം ചികീർഷസി, ഭവതി എന്ത് ചെയ്യുവാനാണ് ഉദ്ദേശം? പതിം ഇച്ഛന്തേം ത്വാം മന്യേ, ഭവതിയെ കാണുമ്പോൾ ഒരു ഭർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവളായിട്ട് ഞാൻ കരുതുന്നു. സർവം കഥയെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്നൊക്കെയാണ് അർജുനൻ ചോദിച്ചത്. കാളിന്ത്യുവാച അഹം ദേവസ്യ സവിതു ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരണ്യം വരദം തവ പരമമാസ്ഥിത. അപ്പൊ ആ സുന്ദരിയായുള്ള ദേവി കാളിന്തിയാണത് പറയണ. അഹം സവിതു ദേവസ്യ ദുഹിത, ഞാൻ ആദിത്യ സൂര്യഭഗവാന്റെ പുത്രിയാണ്. വരേണ്യം വരദം വിഷ്ണു പതിം ഇച്ഛതി, സർവോത്തമനും വരണ്യൻ പിന്നെ സർവവരങ്ങളും നൽകുന്നവനുമായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിനെ എൻ്റെ ഭർത്താവായിട്ട് ഇച്ഛിച്ചുകൊണ്ട് പരമം പരമമായിട്ടുള്ള മഹത്തായിട്ടുള്ള തപസ് ആചരിച്ചവളാണ്. നാണ്യം പതിം വൃണേ വീര
തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവൻ മുകുന്ദോ അനാഥ സംശയ. എനിക്ക് വീര അർജുനോട് പറയാണ്, ശ്രീനികേതനം തമൃതേ, ലക്ഷ്മീദേവിക്ക് ഇരിപ്പിടമായിട്ടുള്ള അദ്ദേഹത്തെ ഒഴികെ അന്യം പതിം നവൃണേ, വേറൊരാളെ ഭർത്താവായിട്ട് ആവശ്യമില്ല, ഞാൻ ഭരിക്കാനും പോകുന്നില്ല. അനാഥ സംശ്രയ മുകുന്ദ, എല്ലാ അനാഥന്മാർക്കും ആശ്രയമായിട്ടുള്ള മുക്തിപ്രദനായിട്ടുള്ള ഭഗവാൻ സ അവിടുന്ന് മേ തുഷ്യതാം എങ്കിൽ പ്രസാദിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ് കാളിന്തി. ഈ 20 ശ്ലോകം കൊണ്ട് ഗായത്രി മന്ത്രത്തിൻ്റെ സ്വരൂപം തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും അതുമാതിരി ഈ കാളിന്തി ആ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഭഗവാനെ ഭജിച്ചിരുന്നതെന്നും കൂടിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ശ്രീധരീയത്തിൽ പറയണത്. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവതച്യുത ദർശനം. ഇത്തിരി കൂടി പറഞ്ഞു ദേവി, എൻ്റെ പേര് ഇപ്പോൾ കാളിന്തി എന്നാണ്. പിന്നെയോ യാവൽ അച്യുത ദർശനം, ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് വരെ യമുനാജിലെ ഈ യമുനാ നദിയിൽ പിത്ര നിർമ്മിതേ ഭവനി, എൻ്റെ അച്ഛനാൽ നിർമ്മിക്കപ്പെട്ട ഈ ഭവനത്തിൽ ഞാൻ വസിക്കുകയാണ്. തഥാവതൽ ഗുഡാകേശോ വാസുദേവായ സോപിതം രഥമാരോപ്യ തദ്വിദ്വൻ ധർമ്മരാജമുപാഗമൽ. ഗുഡാകേശ തഥാ വാസുദേവായ അവതൽ. ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിനെ ജയിച്ച എന്നുള്ള പേരിൽ അർജുനൻ്റെ ഒരു പര്യായമാണത്. അർജുനൻ ഈ വിവരങ്ങളെല്ലാം വാസുദേവായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. തത് വിദ്വാൻ, അതെല്ലാം അറിഞ്ഞവനായ സ അഭി, അദ്ദേഹമാകട്ടെ താം രഥം ആരോപ്യ, അവളെയും ആ രഥത്തിൽ അങ്ങോട്ട് കയറ്റിയിട്ട് ധർമ്മരാജം ഉപാഗമൽ, യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് ചെന്നെത്തി. യദൈവ കൃഷ്ണ സന്ദിഷ്ട പാർത്ഥാനാം പരമാദ്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവം തത്ര ദിവസൻ സ്വാനാം പ്രിയ ചികീർഷയാ അഗ്നയേ കാണ്ഡവം ദാതും അർജുനസ്യാസ സാരഥി. ഇങ്ങനെ അവിടെ ഈ കാണ്ഡവ വനത്തിനെ ദഹിപ്പിച്ചിട്ടാണ് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി എന്നുള്ളത് 3-4 ശ്ലോകങ്ങളെ കൊണ്ട് അങ്ങനെ സൂചിപ്പിക്കുകയാണ് ഭഗവാൻ. അവിടെ അങ്ങനെ പാണ്ഡവന്മാർക്ക് ഒരു ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ താമസിച്ചിട്ട് വിശ്വകർമാവിനെ കൊണ്ട് അത്ഭുതമായിട്ടുള്ള ആ ഇന്ദ്രപ്രസ്ഥ നഗരം അവിടെ പണിയിച്ചു. എന്നിട്ടോ തൻ്റെ സ്വന്തക്കാരായിട്ടുള്ള അവിടെ കുറച്ചു കാലം അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായിട്ട് വസിക്കുന്ന കാലത്താണ് ഈ കാണ്ഡവവനം നൽകാനുള്ള ഉദ്യമത്തിൽ അർജുനൻ്റെ സാരഥ്യം വഹിച്ചു എന്നുള്ള കഥകളൊന്നും ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. സോഗ്രിസ്തുഷ്ടോ ധനുരജാൽ ഹയൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മയാവേദ്യമസ്ത്രിഭി മയശ്ച മോചിരോ വന്യേ സഭാം സഖ്യ ഉപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസിൽ ജലസ്ഥലദൃശി ഭ്രമ. ഈ കാണ്ഡവനം ഭക്ഷിച്ചതിൽ സന്തുഷ്ടനായിട്ടുള്ള അഗ്നിയാണ് അർജുനന് ഈ ഗാണ്ഡീവം എന്നുള്ള വില്ലും അതുമാതിരി നല്ല 4 വെള്ളക്കുതിരകളെ കിട്ടിയിട്ടുള്ള ആ തേരിനെയും, ആ തേരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാനരധ്വജാണ്, ഹനുമാനാണ് കുടിയടയാളം. അങ്ങനെ ആ തേരിനെയും കൊടുത്തു. 2 അക്ഷയ തൂണിന്, അതായത് അമ്പൊടുങ്ങാ താവനാഴികൾ 2 കൊടുത്തു. പിന്നെയോ ആ ശത്രുക്കൾ ഒരിക്കലും ഭേദിക്കാനാകാത്ത വർമ്മജ ആവേദ്യം അസ്ത്രിഭി, അങ്ങനെയുള്ള ഒരു കവചവും കൊടുത്തു എന്നാണ് ഈ അഗ്നി അർജുനന്. ഇങ്ങനെ ഈ അഗ്നിയിൽ എങ്ങനെ കാണ്ഡവനെ ദഹിപ്പിക്കുന്ന സമയത്ത് മയൻ എന്ന് പറഞ്ഞുള്ള അസുരൻ ഉണ്ടായിരുന്നു. മയൻ അതിനകത്ത് പെട്ടിരുന്നു. മയനെ ഇവർ 2 പേരും രക്ഷിക്കേണ്ടായി, ഭഗവാനും അർജുനും. അപ്പോൾ ആ സന്തോഷം കൊണ്ട് മയൻ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സഭ നിർമ്മിച്ചു. മയ നിർമ്മിച്ചുള്ള ആ സഭയിലാണ് അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വികാരത്തോടു കൂടി അവിടെ കയറി, അതായത് കോപം ഇങ്ങനെയുള്ള ഭാവങ്ങൾ കൊണ്ട് വന്നു വെച്ചാൽ സ്ഥലജലഭ്രമം ഉണ്ടായിത്തീരും. അങ്ങനെയുള്ള ആ ദുര്യോധനന് സ്ഥലജലഭ്രമം ഉണ്ടാക്കിയത് ഈ സഭയിൽ വെച്ചിട്ടാണ് അങ്ങനെ സൂചിപ്പിക്കുകയാണ്. യസ്മിൻ ദുര്യോധനസ്യാസിൽ ജലസ്ഥലദൃശി ഭ്രമ സതേന സമനുജ്ഞാത സുഹൃദ്ഭിശ്ചാനുമോദിത ആയയൗ ദ്വാരകംഭൂയ സാത്യകി പ്രമുഖൈർവൃത. അങ്ങനെ ഭഗവാൻ തേന സമനുജ്ഞാത,
സുഹൃദ്ധി അനുമോദിത ച. അങ്ങനെ കുറച്ചു നേരം തൻ്റെ തേനാച്ച അർജുനാൽ നിന്നും ആവാം യുധിഷ്ഠിരനാൽ നിന്നും ആവാം അവർ അനുമതി മേടിച്ചുകൊണ്ട് തൻ്റെ ബന്ധുക്കളാൽ അനുമോദിക്കപ്പെട്ടവനുമായിട്ട് സാത്വികി പ്രമുഖൈ വൃത, സാത്വികി തുടങ്ങിയിട്ടുള്ള മുഖ്യന്മാരെ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ട് ഭൂയ ദ്വാരകാം ആയോ വീണ്ടും ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചു വന്നു. കാളിന്തിയും കൂടെ കൊണ്ടുവന്നിട്ട് അതോപയേമേ കാളിന്തിം സുപുണ്യർത്വഖ്യ ഊർജിതേ വിദന്വൻ പരമാനന്ദം സ്വനം പരമമംഗള. അതിനുശേഷം അതാ മംഗള സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ സ്വാനാം പരമാനന്ദം വിതന്വൻ, തൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും പരമാനന്ദത്തെ വളർത്തുമാറ്. എന്താണ് സുപുണ്യ ഋതു ഋക്ഷേ, നല്ല ശുഭമായിട്ടുള്ള ഋതുവും നക്ഷത്രമൊക്കെ ചേർന്നുള്ള ഊർജിതേ, ഗ്രഹങ്ങൾക്കും ബലമായിട്ടുള്ള ഒരു നല്ല സുമുഹൂർത്തത്തിൽ ആ കാളിന്തിയും ഉഭയമേ, ആ കാളിന്തിയെ വിവാഹം കഴിച്ചു. ഈ വിവാഹം ഗാന്ധർവാണെങ്കിലും ക്രിയകളൊക്കെ അനിവാര്യമാണെന്ന് പറഞ്ഞാൽ രുക്മിണി പരിണയത്തിൽ വിവരിച്ചിട്ടുണ്ട് ആ ക്രിയകളൊക്കെ. പിന്നെ ബിന്ദാനുബിന്ദാവന്ധ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനിം കൃഷ്ണേ സക്തം ന്യഷേധതാം. ഈ സമയത്ത് ആവന്ധ്യൗ ദുര്യോധനവശാനുഗൗ വിന്ദാനുവിന്ദൗ, അതായത് അവന്തി ദേശത്തിൻ്റെ അധിപതികളായിട്ടുള്ള ദുര്യോധനൻ്റെ പക്ഷക്കാരായിട്ടുള്ള വിന്ദനും അനുവിന്ദനും കൃഷ്ണേ സക്തം, തൻ്റെ ഭഗവാനിൽ ആസക്തിയായിട്ടുള്ള സ്വഭഗിനിയും തങ്ങളുടെ സഹോദരിയെ സ്വയംവരേ നിഷേധതാം, സ്വയംവര സമയത്ത് നിഷേധിച്ചു. അതായത് ഭഗവാനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാണ്ട്, കാരണം ദുര്യോധനൻ്റെ ചങ്ങാതിമാരാണല്ലോ ഇവർ, സ്വയംവരത്തിൽ അങ്ങനെ നിഷേധിച്ചു അതിനെന്ന് പറയുകയാണ്. അവളുടെ അതായത് നേരിട്ട് ഭഗവാനെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ട്. സ്വയംവരത്തിൽ അവർക്ക് ഇതില്ലേ രാജാക്കന്മാർ ആരാച്ചാ വന്ന് വിവാഹം കഴിച്ചോട്ടെ എന്നുള്ള ഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. ഭഗവാൻ വിവാഹം കഴിക്കരുതെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജാതിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃഷ്വസൂ പ്രസഹ്യ കൃതവൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രവശ്യതാം. ഹേ രാജൻ പരീക്ഷിത്തേ, ആരായിരുന്നു ഈ മിത്രവിന്ദ? ആ പിതൃഷ്വസു, തങ്ങളുടെ രാജാതിദേവിയാ തനയാം, തൻ്റെ അച്ഛമ്പങ്ങളായിട്ടുള്ള രാജാതിദേവിയുടെ പുത്രിയായിരുന്നു ഈ മിത്രവിന്ദ. ആ മിത്രവിന്ദയെ രാജ്ഞാം പ്രവശ്യത, രാജാക്കന്മാരെല്ലാം അങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കെ കൃഷ്ണ പ്രസഹ്യ ഹൃതവാൻ, ഭഗവാൻ ബലം പ്രയോഗിച്ച് അപഹരിക്കുകയുണ്ടായി. ഇത് മിത്രവിന്ദയ്ക്കും അതായത് ഗന്ധർവ രാക്ഷസ രണ്ടും കൂടി ചേർന്നുള്ള മിശ്രിതമായിട്ടുള്ള വിവാഹമാണെന്നാണ് ശ്രീധരവാര്യ പറയുന്നത്. നഗ്നജിൻ നാമ കൗസല്യ ആസി രാജാതിധാർമ്മിക തസ്യ സത്യാഭവൽ കന്യാ ദേവി നാഗ്നജിതീതി നൃപ. ദേവി നാഗ്നജിതീതി നാഗ്നജിതി നൃപ. നഗ്നജിൽ നാമ കൗസല്യ, പരീക്ഷിത്തേ എന്താണ് അതിധാർമ്മിക, വളരെ മഹാധാർമ്മികനായിട്ടുള്ള, അതുമാതിരി കൗസല്യ കോസലരാജാധിപതി ആയിട്ടുള്ള നഗ്നജിത് എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു, രാജാ ആസീൽ. അദ്ദേഹത്തിന് നാഗ്നജിതി എന്നുള്ള പേരിൽ പ്രസിദ്ധയും ദേവി ആ ദിവ്യത്വമുള്ളവളുമായി സത്യ എന്നു പേരുള്ള കന്യാ അഭവൽ. ആ സത്യ അവൾക്ക് ഈ സത്യ എന്നും കൂടി പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. നൃപാവോടും അജിത്വാ സപ്തഗോവൃഷൻ തീഷ്ണശൃംഗൻ സുദുർദർശൻ വീരഗന്ധാസഹൻ ഖലൻ. എന്നാൽ ഈ കന്യയെ വിവാഹം കഴിക്കണം വെച്ചാൽ ഒരു വീരശുൽക്കം തീരുമാനിച്ചിരുന്നതാണ്. തീഷ്ണശൃംഗാൻ വീരഗന്ധ അസഹാൻ, നല്ല കൂർത്ത മൂർത്ത കൊമ്പുള്ളവയും ആ വീരന്മാരായുള്ള ആൾക്കാരുടെ ഗന്ധം കൂടി സഹിക്കാൻ വയ്യാത്തവയുമായ ഖലാൻ, അതായത് ദുഷ്ടതയുള്ളവയും സുദുർദർശാൻ പിടിച്ചൊതുക്കാൻ വളരെ പ്രയാസമേറിയതുമായ സപ്തഗോവൃഷാൻ 7 കൂറ്റൻ കാളകളെ അജിത്വ ജയിക്കാനാകാതെ, ഈ കാളകളെ ജയിച്ച് ബന്ധിക്കണം ആകാതെ താമ്പോടും ഈ സത്യയെ വിവാഹം കഴിക്കാൻ നൃപ നശീകു, ആ രാജാക്കന്മാർക്ക് കഴിയില്ല എന്ന് പറയുകയാണ്. അതൊരു ഇത് വെച്ചിരിക്കുകയാണ്, ഒരു പന്തയം വെച്ചിരിക്കുകയാണ്.
ഈ ഭഗവത് പത്നിമാർക്കൊക്കെ ഇവരുടെ പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട്, അതൊക്കെ പുരാണങ്ങളിൽ പറയേണ്ട, അതൊന്നും ഇപ്പോൾ വിസ്തരിച്ച് പറയുന്നില്ല. ഈ മിത്രവിന്ധ്യയ്ക്ക് ശൈബ്യ എന്നും പേരുണ്ട്. അതുമാതിരി ഈ സത്യം പൂർവ്വജന്മത്തിൽ ഹവ്യവാഹൻ എന്നുള്ള രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള നീലയായിരുന്നു. അതേമാതിരി ഈ സത്യതെ വളരെ ആ നീലയും വളരെയധികം തപസ് ചെയ്തു മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സന്തുഷ്ടനായിട്ട്, അതായത് വെങ്കടാചലപതിയാണ് അത്രേ തപസ് ചെയ്തത്. അങ്ങനെയുള്ള സന്തുഷ്ടനായുള്ള ശ്രീനിവാസമൂർത്തിയാണ് താൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ നഗ്നജിൻ്റെ പുത്രിയായിട്ട് ഭഗവതി ജയിക്കുക, അപ്പോൾ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വേറൊരു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സത്യയുടെ കഥ. താം ശ്രുത്വാ വിക്ഷജില്ലഭ്യം ഭഗവൻ താം ശ്രുത്വാ വിഷജില്ലഭ്യം ഭഗവൻ സത്വദാമ്പതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃത. ഈ കഥ കേട്ടു ഭഗവാൻ. അങ്ങനെ സത്വദാമ്പതി യാദവശ്രേഷ്ഠനായുള്ള ഭഗവാൻ വിഷജില്ലഭ്യം, ഇങ്ങനെ കാളകളെ ജയിക്കുന്നവന് ലഭിക്കാൻ അർഹയായിട്ടുള്ള താം ആ സത്യയെപ്പറ്റി കേട്ടിട്ട് മഹതാ സൈന്യം, വലിയൊരു സൈന്യത്തോടുകൂടി ആ കൗസല്യപുരം ജഗാമ, ഈ കോസലന്മാരുടെ നഗരത്തിലേക്ക് പോയി ഭഗവാൻ. സ കോസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിവി അർഹണേനാവിഗുരുണാ പൂജയൻ പ്രതിനന്ദിത. സ കോസലപതി ഭഗവാൻ വന്നു കേട്ട സമയത്ത് ആ കോസല രാജാവ് പ്രീത സന്തുഷ്ടനായിട്ട് പ്രത്യുത്ഥാന ആസനാധിവി എഴുന്നേറ്റ് സ്വീകരിച്ചിട്ടും ആ ശ്രേഷ്ഠമായിട്ട് ഈ സിംഹാസനം നൽകി അദ്ദേഹത്തിനെ ഇരുത്തിയിട്ടും കുരുണ അർഹണേന അവി ഉത്തമങ്ങളായിട്ടുള്ള പൂജാദ്രവ്യങ്ങളാൽ പൂജയൻ ആരാധിച്ചുകൊണ്ടും പ്രതിനന്ദിത ആ ഭഗവാനെ വേണ്ട രീതിയിൽ പൂജിച്ചു. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേരമാപതിം പൂയാദയം മേ പതിരാശിഷോ അമല കരോതു സത്യ യതിമേ ധൃതോ വ്രതൈ. സമാഗതം രമാപതിം, അങ്ങനെ തൻ്റെ സഭയിൽ വന്നണച്ചിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മീവല്ലഭനെ അഭിമതം വരം വിലോക്യ, തനിക്ക് സമ്മതനായിട്ടുള്ള വരനായിട്ട് കണ്ടിട്ട് ആ നരേന്ദ്രകന്യ, അതായത് സത്യ ചകമേ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു എന്നാണ്. മേ വ്രതൈ ധൃതയതി, ഞാൻ എന്തെങ്കിലും വ്രതങ്ങളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയം മേ പതി, എൻ്റെ ഭർത്താവായി പോയാൽ ഭവിക്കണമേ. അമല ആശിഷ സത്യാകരോതു, നിർമ്മലങ്ങളായിട്ടുള്ള എൻ്റെ ആശിസ്സുകൾ സത്യങ്ങളാക്കി തീർക്കുമാറാകണമേ ഭഗവാനെ എന്ന് ഉള്ളിലിട്ട് പ്രാർത്ഥിച്ചു ഈ സത്യ. യൽ പാദപങ്കജരജ ശിരസാഭിവർത്തി ശ്രീരാജ്ജജ സഗിരിശ സഹലോകപാലൈ ലീലാതനു സുഹൃതസേതു പരീപ്സയേശ കാലേ ദദൽ സ ഭഗവാൻ മമ കേന തുഷ്യേൽ. ആ സത്യം നന്നായിട്ട് അറിയാം ഭഗവാന്റെ ആ മഹത്വേ. എന്താണ്? സഗിരിശ അബ്ജജ ലോകപാലൈ സഹ ശ്രീച. സഗിരിശ അതായത് പരമേശ്വരനോടൊത്ത് അബ്ജജ ബ്രഹ്മാവും ലോകപാല ഇന്ദ്രാദി ദിക്പാലന്മാരോടുകൂടി ശ്രീച ലക്ഷ്മീദേവിയും യൽ പാദപങ്കജരജ യാതൊരാളുടെ പാദപത്മത്തിലെ ആ പൊടികളെ ശിരസാഭിവർത്തി ഭക്തിയോടുകൂടി ആദരവോടുകൂടി ശിരസ്സുകളാൽ ധരിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അദ്ദേഹം സ്വഹൃതസേതു പരീപ്സയാ തന്നാൽ നിശ്ചയിക്കപ്പെട്ട ധർമ്മമര്യാദകളെ സംരക്ഷിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് കാലേ അതാത് കാലത്ത് ലീലാതനു ഇങ്ങനെ ഓരോ ലീലാശരീരങ്ങളെ ധരിക്കുന്നുവോ അങ്ങനെയുള്ള സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ മമകേന തുഷ്യയിൽ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് സന്തോഷിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹം വരണേന്നാണ് അവിടെ അന്വയം. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണിമൽപക. ഇങ്ങനെ ആ സത്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജാവ് നഗ്നജിത്തുണ്ടല്ലോ, അദ്ദേഹവും സ്തുതിച്ചു, ഹേ നാരായണ ജഗൽപദേ, ശിവൻ നാരായണ ലോകൈകനാഥനായിട്ടുള്ള അങ്ങ് ആത്മാനന്ദേന ആത്മാരാമനായിട്ട് ആത്മാനന്ദത്തിൽ അങ്ങനെ പരിപൂർണനായിരിക്കുന്ന അങ്ങയ്ക്ക് ഈ അല്പനായിട്ടുള്ള അല്പക കിം കരവാണി, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അർച്ചിതം ഇത് ഭഗവാനെ ഇങ്ങനെ പൂജിച്ച ശേഷം ഇങ്ങനെയാണ് ആ ഭഗവാനോട് ഇദ്ദേഹം പറഞ്ഞത്.
അപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി പറയുകയാണ് ശ്രീശുഖോവാച തമാഹ ഭഗവൻ ഹൃഷ്ട കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം കുരുനന്ദന. ഈ കുരുനന്ദന പരീക്ഷത്തെ കൃതാസന പരിഗ്രഹ. ശ്രീശുഖബ്രഹ്മർഷി പറയുകയാണ് ഇങ്ങനെ തനിക്ക് ആ രാജാവ് നൽകിയിട്ടുള്ള ആസനം സ്വീകരിച്ച് ഹൃഷ്ട സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ സസ്മിതം പുഞ്ചിരിച്ചുകൊണ്ട് മേഘഗംഭീരയാ വാച ഇടിമുഴക്കം പോലുള്ള വാക്കുകളെ കൊണ്ട് ആ വാക്കുകളാൽ അദ്ദേഹത്തിനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർ നിജധർമ്മവർത്തിന തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയം നഹി ശുൽക്കദാവയം. ഹേ നരേന്ദ്ര, അദ്ദേഹത്തിന് രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനെ എന്നാണ് ഭഗവാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. നിജധർമ്മവർത്തിന, സ്വധർമ്മത്താൽ വർത്തിക്കുന്ന രാജന്യബന്ധോ, ഒരു ക്ഷത്രിയ ആധവന് പോലും യാചന എന്നത് കവിഭി വിദ്വാൻമാരാൽ വിഗർഹിത നിന്ദിക്കപ്പെട്ടതത്രേ. അതാണ്, അതായത് ഞാനൊരു ക്ഷത്രിയനാണ്, ഏറ്റവും നീചനായിട്ടുള്ള അധമനായിട്ടുള്ള ഒരു ക്ഷത്രിയൻ പോലും ഒരാളുടെ നിന്ന് വേറൊരാളുടെ നിന്ന് ശ്രേഷ്ഠനായിട്ടുള്ള ആളായിക്കോട്ടെ എങ്കിൽ കൂടി യാചിച്ചൊന്നും വാങ്ങാറില്ല. അതാണ് നിയമം എന്ന് പറയുകയാണ്. എന്നിട്ട് കൂടിയിട്ട് തഥാപി തവ സൗഹൃദേച്ഛയ, ആ അങ്ങയുമായിട്ടുള്ള സൗഹൃദം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ത്വദീയാം കന്യാം, അങ്ങയുടെ പുത്രിയെ ഞാനിതാ യാചിക്കുന്നു, എനിക്ക് വിവാഹം കഴിച്ച് തരാൻ എന്ന് പറയുകയാണ്. പക്ഷെ വയം ശുൽക്കതാ നഹീന, ഒന്നും കേട്ടോ, കന്യയ്ക്ക് വേണ്ടി പണമെന്ന് തന്നൊരു കന്യാതിലെ ശുൽക്കം നൽകിയിട്ടൊന്നും വിവാഹിക്കാൻ ഞങ്ങളുടെ കോപ്പില്ല. അതുകൊണ്ട് അതൊന്നുമില്ല. എന്താണ് കൊടുക്കാറുമില്ല, കന്യാശുൽക്കം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വിവാഹം കഴിക്കുക അതും പതിവില്ല. പക്ഷേ യാചിക്കുന്നു അങ്ങയോട്, കാരണം അങ്ങയായിട്ടുള്ള ബന്ധം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം എന്ന് പറയുകയാണ്. യാചന കൊണ്ട് എന്താണ്ടാവണമെന്ന് ഇപ്പോൾ ഭഗവാൻ നേരത്തെ ശിവന്തക ഉപാഖ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ യാചിച്ചതേ ഉള്ളൂ ആ ശിവന്തക രത്നം. എന്നിട്ട് എന്തൊക്കെ ഇതുണ്ടായി, അപകടങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ യാചിക്കാറേ ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ നഗ്നജിത്ത് പറയുകയാണ്, രാജോവാച കോണ്യസ്തേഭ്യധികോ നാഥ കന്യാവരൈപ്സിത ഗുണൈകതം നോയസ്യാംഗേ ശ്രീർവസത്യനവായിനി. അപ്പോൾ നഗ്നജിത്തിന് സന്തോഷമായി പറയുകയാണ്, ഹേ നാഥ, അല്ലയോ നാഥ, യസ്യ അംഗേ ശ്രീ അനവായിനി വസതി, ആരുടെ തിരുമാറിൽ ലക്ഷ്മി ഭഗവതി ഒരിക്കലും വിട്ടുപിരിയാതെ വസിക്കുന്നുവോ, അങ്ങനെയുള്ള ഗുണൈകതാമിന് എല്ലാ ഗുണങ്ങൾക്കും വാസസ്ഥാനമായ തേ അഭ്യധിക, അങ്ങയേക്കാൾ ഉപരിയായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അന്യ വേറെ ആരെയാണ് ഈ ഇപ്സിത ലഭിക്കാൻ ആഗ്രഹിക്കപ്പെട്ട ഒരു കന്യകാവരൻ ആരാണ്? അങ്ങേ മാതിരി എൻ്റെ പുത്രിക്ക് യോജിച്ചതായിട്ട് ആരാണ് ഉള്ളത് എന്ന് പറയുകയാണ്. കിം ത്വസ്മാഭികൃത പൂർവം സമയ സത്വദർശവ പുംസം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ. ഹേ സത്വദർശവ, അല്ലയോ യാദവശ്രേഷ്ഠ, കിം തു എന്നാലും കന്യാവരപരീപ്സയ, എൻ്റെ കന്യകയ്ക്ക് യോജിച്ചായിട്ടുള്ളൊരു വരനെ തിരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശത്തോടെ പുംസാം വീര്യപരീക്ഷാർത്ഥം വരുന്ന രാജാക്കന്മാരുടെ അവരെല്ലാവരും വീരതയെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് അസ്മാഭി പൂർവം സമയകൃത, മുമ്പ് തന്നെ ഞങ്ങളാൽ ഒരു നിബന്ധന ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുകയാണ്. എന്താണ്? സപ്തൈരേ ഗോവൃഷാവീര ദുർദാന്താ ദുരവഗ്രഹ ഏതൈർഭഗ്ന സുബഹവോ ഭിന്നഗാത്ര സ്നൃപാത്മജ. എന്താണ്? ഹേ വീര, ഏതേ സപ്ത ഗോവൃഷ, ഈ 7 കൂറ്റൻ കാളകൾ ദുർദാന്ത, ഇണക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളവയാണ്. ദുരവഗ്രഹ, പിടിച്ചൊതുക്കാൻ പ്രയാസമേറിയവയാണ് ഇവ. ഇവയാൽ സുബഹവ, അതിനെ പിടിച്ചടക്കി അവരെ ബന്ധനത്തിലാക്കിയ ആൾക്ക് മാത്രമേ എൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കൂ എന്നുള്ള ഒരു നിബന്ധനയാണ് ആദ്യം വെച്ചിരുന്ന പറയുകയാണ്. എന്നാലോ അതിന് കഴിയാണ്ട് ഈ കാളകളാൽ ഭഗ്ന മുറിവേൽപ്പിക്കപ്പെട്ടിട്ട് ഭിന്നഗാത്ര പൊട്ടിപ്പൊളിഞ്ഞ ശരീരത്തോട് കൂടിയിട്ട് അനവധി രാജാകുമാരന്മാർ ഇവിടെ വന്ന് മടങ്ങിപ്പോയി എന്ന് പറയുകയാണ്. സുബഹവ, ധാരാളം എന്ന് പറയുകയാണ്. യദീമേ നിഗൃഹീതാസ്യു ത്വയൈവ യദുനന്ദന വരോ ഭവാൻ അഭിമതോ ദുഹിതും മേ ശ്രിയപ്പതേ. ഹേ യദുനന്ദന, ശ്രിയപ്പതേ, അല്ലയോ യാദവ വംശജനും ലക്ഷ്മീവല്ലഭനുമായ ഭഗവാനെ,
ത്വയായവ നിന്തിരുവടിയാൽ തന്നെ ഇമേ നിഗൃഹീത ഈ കാളകൾ ഇണക്കപ്പെട്ടവയായി ശിവയതി തീരുകയാണെങ്കിൽ ഭവാൻ മേ ദുഹിതു ആ അഭിമത വര അങ്ങനെയാണെച്ചാൽ എൻ്റെ പുത്രിയുടെ അഭിലഷിക്കപ്പെട്ട വരൻ തന്നെ ആയിത്തീരും അങ്ങ് എന്ന് പറയാണ്. കാളകളെ ബന്ധിക്കന്നെ വേണം. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ നിഗൃഹാൽ ലീലയൈവതൻ. പ്രഭു പ്രഭാവശാലിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഏവം ആ ഇങ്ങനെ സമയം ഇപ്പുറമുള്ള നിബന്ധനയെപ്പറ്റി കേട്ടിട്ട് പരികരം ബദ്ധ്വ തൻ്റെ അരിന്തലേക്ക് മുറുക്കി കെട്ടി ആത്മാനം സപ്തധാകൃത്വ തൻ്റെ ശരീരത്തിനെ തന്നെ 7 വിഭജിച്ച് താൻ ലീലയായവ നിഗൃണാൽ അവയെ ഈ 7 കാളകളെയും ഒരു കുട്ടി ഇതിൽ എന്നാണ് പ്ലാവിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയുള്ള കാളകളെ ഇത് കെട്ടി വലിക്കില്ലേ, അതുമാതിരി നിർപ്രയാസം ഈ കാളകളെ തൻ്റെ വശത്താക്കി എന്ന് പറയാണ്. ബദ്ധ്വാ തന്താമഭിശൗരിർ ഭഗ്നദർപ്പൻ ഹതൗജസ വിഹർഷല്ലീലയാ ബദ്ധൻ ബാലോ ദാരുമയൻ യഥാ ഹതൗജസ ഭഗ്നദർപ്പാൻ. അങ്ങനെ അവരെ ആ കാളകളെ മുഴുവൻ ബലം ക്ഷയിപ്പിച്ചിട്ട് മതം നശിപ്പിച്ചിട്ട് താൻ ആ കാളകളെ ദാമവിബത്വ കയറുകൾ കൊണ്ട് കെട്ടിയിട്ട് ബാല ദാരുമയാൻ യഥാ ഒരു ബാലൻ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാളകളെ എന്ന പോലെ ശൗരി ശ്രീകൃഷ്ണൻ ബദ്ധാൻ ലീലയാ വ്യകർഷൽ അവയെ അങ്ങനെ പ്രയാസം എന്നി ബന്ധിക്കപ്പെട്ട വെച്ചുള്ള അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചഴച്ചു എന്ന് പറയുകയാണ്. ഈ സാധാരണ രാജാക്കന്മാർക്ക് അവർക്ക് അസ്ത്രാഭ്യാസമൊക്കെ ഉണ്ട്, അതുമാതിരി ആനകൾ കുതിരകൾ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള പരിശീലനമൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാലോ ഈ കാളകളെ അത്രയ്ക്ക് അവർക്ക് പരിചയമില്ല. എന്നാലോ ഭഗവാന്റെ ഗോകുലവാസം അതിനുപകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം താനും ബലരാമനുമായിട്ട് ആ കാളകളായിട്ട് അവന് ചില കാളപ്പോര് നടത്തിയതായിട്ട് നാം ഇതിനു മുമ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിങ്ങനെ തതപ്രീത സുതം രാജ ദദൗ കൃഷ്ണായ വിസ്മിത താം പ്രത്യഗൃഹാൽ ഭഗവാൻ വിധിവൽ സദൃശിം പ്രഭു. ഇനി ഒന്നുണ്ട്, ആ ഈശ്വരനാണ് ഭഗവാൻ എന്നുള്ള വീക്ഷണത്തിൽ നമ്മൾ ഇങ്ങനെ മുൻകൂട്ടി അതിന് പരിശീലനം ലഭിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഭഗവാന് എന്താ ആഗ്രഹിച്ച ഏത് സമയത്തും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും. അതും നമ്മൾ മറക്കാൻ പാടില്ല. എന്നിട്ടോ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി കണ്ടപ്പോൾ രാജാ തഥ വിസ്മിത പ്രീത ആ കാഴ്ച കണ്ട അതിൽ വിസ്മിതനായിട്ടും പ്രീതനായും ഭവിച്ചിട്ട് സുതാം കൃഷ്ണായ ദദൗ തൻ്റെ മകളെ ആ ഭഗവാന് ദാനം ചെയ്തു. പ്രഭു ഭഗവാൻ പ്രഭാവശാലിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ സദൃശീം തനിക്ക് അനുരൂപയായിട്ടുള്ള അവളെ വിധിവൽ പ്രത്യഗൃഹാൽ വേണ്ട രീതിയിൽ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഇതിന് പ്രാജാപത്യം എന്നുള്ള വിവാഹം എന്നാ പറയുക. അതായത് കന്യകയെ ആവശ്യപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് അതിന് ശുൽക്കം നൽകിയിട്ട് അത് ഇവിടെ എന്താണ് വീരശുൽക്കം പക്ഷേ പ്രാജാപത്യത്തിൽ ശുൽക്കം വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ ശുൽക്കം ഇല്ലാണ്ടും ചെയ്തു പറയാം, അല്ലെങ്കിൽ വീരശുൽക്കം കൊടുത്തുകൊണ്ടാണെന്നും പറയാമെന്നാണ്. രാജപത്ന്യശ്ച ദുഹിതോ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേവിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവ ശംഖവീര്യാനകാനേതുർ ഗീതവാദ്യദ്വിജാശിഷ നരാ നാര്യപ്രമുദിത സുവാസസ്രകടങ്കൃത. ആ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഭഗവാനെ തന്നെ ആ തങ്ങളുടെ പുത്രിയുടെ ഭർത്താവായിട്ട് ലഭിച്ചുള്ള രാജപത്നിമാർക്ക് എല്ലാവർക്കും പരമാനന്ദമായി. അവരെല്ലാവരും കൂടിയിട്ട് ഒരു കേമായിട്ടുള്ള ഉത്സവ ആഘോഷം തന്നെ നടന്നു പറയുകയാണ്. ശംഖ് പെരുമ്പറ ആനകം തുടങ്ങിയുള്ള വാദ്യവിശേഷങ്ങളൊക്കെ തന്നെ പ്രയോഗിക്കാൻ തുടങ്ങി. കൊട്ടും പാട്ടുമൊക്കെ തുടങ്ങി. സന്തോഷഭരിതരായുള്ള സ്ത്രീപുരുഷന്മാർ വസ്ത്രങ്ങളും മാലകളൊക്കെ അണിഞ്ഞുകൊണ്ട് അങ്ങനെ ആ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ നൃത്തം ചെയ്യാനും തുടങ്ങി. ദശധേനു സഹസ്രാണി പാരിബർഹമദാൽ വിഭു യുവതീനാം ത്രിസഹസ്രം നിഷ്കഗ്രീവസുവാസസാം നവനാഗസഹസ്രാണി നാഗൽ ശതഗുണൻ രഥൻ രഥൻ ശതഗുണാൻ അശ്വൽ ശതഗുണൻ നരാൻ. ഈ നഗ്നജിത്ത് എന്തൊക്കെ സമ്മാനങ്ങളാ പാരിബർഹങ്ങളാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് നിശ്ചല്യ പറയാണ്. കാരണം ഇന്ന് 10,000 പശുക്കൾ, ദശധേനു സഹസ്രാണി, അതൊക്കെ ഇങ്ങനെ പട്ടുവസ്ത്രങ്ങളെടുത്ത് കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുള്ള 3000 ദാസിമാര്, 9000 നവനാഗസഹസ്രാണി, 9000 ആനകൾ, അതിൻ്റെ 100 ഇരട്ടി തേരുകൾ, അതിൻ്റെ 100 ഇരട്ടി കുതിരകൾ, അതിൻ്റെ 100 ഇരട്ടി കാലാൽപ്പട, അങ്ങനെ വലിയൊരു സൈന്യ വിഭാഗം കൂടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിന് പാരിതോഷികമായിട്ട് കൊടുത്തു എന്ന് പറയുകയാണ്. ദമ്പതീരഥമാരോപ്യ
മഹത്യാസേനയാവൃതൗ സ്നേഹപ്രക്ലിന്നഹൃദയോ യാവയാമാസ കോസല ശ്രുത്വൈതൽ രുരുദുർഭൂവ നയന്തം പതി കന്യകം ഭഗ്നവീര്യാസു ദുർമർഷ യദുഭിർ ഗോവൃഷൈ പുരാ. അങ്ങനെയല്ലേ, ഇങ്ങനെ ഈ ദമ്പതിമാരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു തേരിൽ അങ്ങനെ ഇരുത്തിയിട്ട് ഈ മഹത്യാസേനയ ഈ വലിയൊരു സേനയോട് കൂടിയിട്ട് ആ സ്നേഹം കൊണ്ട് അങ്ങനെ ഉരുകിയുള്ള ഹൃദയത്തോട് കൂടിയിട്ട് യാത്ര അയച്ചു ഈ കോസലാധിപതി. അതങ്ങനെ ആ ഘോഷയാത്രയായിട്ട് പോണ സമയത്ത് ശ്രുത്വൈതൽ രുരുദുർഭൂവ ഈ ഘോഷയാത്രയെ വഴിയിൽ തടഞ്ഞു ആര്? മറ്റുള്ള രാജാക്കന്മാർ. അവരാരാണ്? ഭഗ്നവീര്യ സുദുർമർഷ. അവർ തങ്ങളുടെ കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ, അവരെല്ലാവരും അവരുടെ ആ വീര്യങ്ങളൊക്കെ നശിപ്പിക്കില്ല ചെയ്ത് കാളകൾ എന്ന്. അപ്പം അതിൽ വളരെയധികം ദേഷ്യം വന്നിട്ടുള്ള ഈ രാജാക്കന്മാരെല്ലാവരും കൂടിയിട്ട് വഴിയിൽ വെച്ച് യദുവിർ ഗോവൃഷൈ പുര ഈ യദുക്കളാൽ ഈ ഇങ്ങനെ തടഞ്ഞു കൊണ്ടുപോകുന്ന കണ്ടിട്ട് ആ ഭഗവാനെ വഴിയിൽ വെച്ച് അങ്ങോട്ട് തടഞ്ഞു എന്ന് പറയുകയാണ്. അതായത് ഈ ഗോവൃഷ ഈ കാളകളാലും തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് രാജാക്കന്മാർ. ഇപ്പോൾ യാദവന്മാരും അവർ നിശ്ചയിച്ച കാളകളെ ജയിച്ചില്ല. അപ്പോൾ അവരെ രണ്ടുപേരും ജയിക്കണം എന്നുള്ള ഭാവത്തിലാണ് കൃഷ്ണനെ വഴിപത്തിലാണ് തടഞ്ഞു. താനസ്യരം ബന്ധുപ്രിയകൃത അർജുന ഗാണ്ഡീവി കാലയാമാസ സിംഹ ക്ഷുദ്രമൃഗാനിവാ. ആ സമയത്ത് ആ ഭഗവാന്റെ ചങ്ങാതിയായിട്ടുള്ള അർജുനൻ അവിടെ ഉണ്ടായിരുന്നു പറയാൻ അർജുനൻ വേഗം തൻ്റെ ആ ഗാണ്ഡീവമായിട്ടുള്ള വില്ലെടുത്തിട്ട് അതിലെ ശരവർഷം കൊണ്ട് ശത്രു സമൂഹത്തെ മുഴുവൻ അങ്ങോട്ട് ചൊരിഞ്ഞ് തുരത്തി എന്ന് പറയാണ്. സിംഹ ക്ഷുദ്രമൃഗാനി, ഒരു സിംഹം ക്ഷുദ്രമൃഗങ്ങളെ എന്ന പോലെയാണ് അർജുനൻ അവരെയൊക്കെ തുരത്തിയത്. എന്നിട്ടോ പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമിത്യ സത്യയാ രേമേയദൂനം ഋഷഭോ ഭഗവാൻ ദേവകീസുത. ഇപ്രകാരം ആ സത്യയെ വിവാഹം കഴിച്ച് അനവധി പാരിതോഷികങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ആ ദേവകീസുപുത്രനായിട്ടുള്ള ഭഗവാൻ അങ്ങനെ ആ ദ്വാരകയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് സത്യയോടുകൂടി അങ്ങനെ രമിച്ചു. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതുഷ്വസു കയ്യേയും ഭ്രാതൃഭിർദത്താം കൃഷ്ണ സന്ദർദനാദിവി സുതാം ച ഭദ്രാധിപതേർ ലക്ഷ്മണം ലക്ഷ്മണൈർയുതാം സ്വയംവരേ ജഹാരൈക സസുവർണ സുധാമിവ അന്യാശ്ചൈവം വിധാ ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രജ ഭൗമം ഹത്വാ തന്നിരോധാൽ ആഹൃതാശ്ചാരുദർശന. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രാജാവിൻ്റെ പത്നിയായിട്ടുള്ള തൻ്റെ അച്ഛമ്പങ്ങളായുള്ള ശ്രുതകീർത്തിയുടെ മകളായിട്ടുള്ള ഭദ്ര എന്നുള്ള കന്യെ അവരുടെ സഹോദരന്മാരായുള്ള സന്ദർദനാദികൾ ആ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെയോ മദ്രരാജപുത്രിയും അതുമാതിരി ലക്ഷ്മണ എന്നുള്ള കന്യകയെ ഭഗവാൻ സ്വയംവരത്തിൽ വിവാഹം കഴിച്ചു. ഏതുമാതിരി ഗരുഡൻ അമൃതം എടുത്തു കൊണ്ടുപോകണ മാതിരി വഴിയിലുള്ള എല്ലാവരെയും പരാജയപ്പെടുത്തിയിട്ടായിരുന്നു ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ 8 വിവാഹങ്ങളുടെയും കഥ പറയുകയാണ്. ഭദ്ര എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ നളൻ എന്നുള്ള പുത്രിയായിരുന്നു. ആ ഭദ്ര തന്നെയായിരുന്നു പേര്. ആ ദേവിയും മഹാവിഷ്ണുവിനെ ഉപാസിച്ച് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് ദേഹവിയോഗം ചെയ്തത്. പുനർജന്മത്തിൽ രാജപുത്രിയായിട്ട് ശ്രുതകീർത്തിയിൽ ജനിച്ചു. ഈ ലക്ഷ്മണയാണെന്ന് വെച്ചാൽ പൂർവ്വജന്മത്തിൽ അഗ്നിദേവൻ്റെ പുത്രിയായിട്ടുള്ള സുലക്ഷ്മണയായിരുന്നു. അവളും 2 ജന്മങ്ങളിലും ഇങ്ങനെ ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ അങ്ങനെ എല്ലാവരും ഓരോ അനവധി ജന്മങ്ങളുടെ തപസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്കെല്ലാം ഭഗവാനെ ലഭിച്ചത് എന്ന് പറയുകയാണ്. ഇങ്ങനെ 8 വിവാഹങ്ങളെ പറ്റി പറഞ്ഞു. ഈ ഭദ്രാ വിവാഹം ബ്രാഹ്മാണ്, ലക്ഷ്മണേത് സ്വയംവരം അല്ലെങ്കിൽ ഗാന്ധർവം. ഇനിയുള്ള മറ്റുള്ള പരാജയപ്പെടുത്തിക്കൊണ്ട് രാക്ഷസാവാം അല്ലെങ്കിൽ മിശ്രിതാവാം. ഇങ്ങനെയുള്ള ഇനിയുള്ള വിവാഹങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇനി അടുത്ത അധ്യായത്തിൽ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതായത് ലക്ഷ്മണയുടെ വിവാഹം ഗാന്ധർവാണ്. പിന്നെ മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയാകിയാൽ രാക്ഷസാവാം. അതുകൊണ്ട് ഇത് രണ്ടുപേരാണ് മിശ്രിതം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മണന്റെ വിവാഹം പറയാറ്.